കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരാള് ഒരു മാസം കഠിനാധ്വാനം ചെയ്താലാണ് അയാൾക്ക് ശമ്പളം കിട്ടുക. ഒരു മാസം ഫുള്ള് പണിയെടുത്താലാണ് അയാൾക്ക് ശമ്പളം കിട്ടുക. പക്ഷെ ശമ്പളം കിട്ടി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ് തീർന്നു പോകും. അയാൾ 1 മാസം അധ്വാനിച്ചാലാണ് അയാൾക്ക് ആ ശമ്പളം കിട്ടുക. ആ ശമ്പളം കിട്ടി 1 മണിക്കൂറിനുള്ളിൽ കുടുംബത്തിലേക്ക് അയക്കേണ്ടത് അങ്ങനെ കഴിഞ്ഞ ആഴ്ച വാങ്ങിയവർക്ക് അങ്ങനെ ഓരോ സംഗതി ചെയ്ത അവസാനം ഒരു റിയാലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അയാൾക്ക് വേദനയില്ല, ദുഃഖമില്ല. ഒരു അത്ഭുതത്തിന്റെ പേരാണത്. അയാളതിൽ നിന്നൊന്നും എടുക്കണില്ല. മക്കളെ ബാഗ്, സ്കൂൾ സീസണാണ്, എല്ലാം കൊടുത്താലും കടം വാങ്ങല്ലാതെ ഒരു രക്ഷയില്ല. പക്ഷെ എന്നാലും അയാൾ എന്താ വിചാരിക്കുക, 1 മാസം അധ്വാനിച്ചാൽ അത് കിട്ടില്ല, അപ്പൊ കൊടുക്കാന്നാണ്. അപ്പോഴാ 1 മാസം അധ്വാനിച്ചിരുന്ന 10 ദിവസം ഞാനൊന്ന് കയ്യിൽ വെക്കട്ടെ എന്ന് അയാൾ വിചാരിക്കാറില്ല. ശരിയല്ലേ? ചിന്തിച്ചു, ഓരോരുത്തരും ആലോചിച്ച് നോക്കി, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ചെലവഴിക്കുന്ന ആള് ഒന്നുകിൽ ഒരു മകനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഒരു പിതാവായിരിക്കും. ഒരു സ്ത്രീ പോലും ആവില്ല. ഒരു സ്ത്രീക്ക് അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ് സത്യം. സ്ത്രീകൾ കണക്ക് പറയും, ശമ്പളത്തിന് കണക്ക് പറയും. ഞാൻ ആരെയും സ്ത്രീ അപ്പുറത്തിരിക്കുന്ന സ്ത്രീകളെ കുറ്റപ്പെടുത്തില്ല, അവർക്കത് പറയാതിരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ 50 കൊല്ലം കുടുംബത്തിന് വേണ്ടി ജീവിച്ച് സമ്പാദിച്ചത് മുഴുവനും ചെലവഴിച്ചാലും അയാൾക്കത് പരിഭവമില്ല, പരാതി. ചെറിയൊരു നീറ്റൽ മനസ്സിലുണ്ടാവുമെങ്കിലും അയാൾ അതൊന്നും വലിയ കാര്യമാക്കാറില്ല. കാരണം അയാൾക്കറിയാം അയാൾ ഒരുങ്ങി തീർന്നത് ഈ സംവിധാനത്തിന് വേണ്ടിയാണ്. അവിടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, എല്ലാം കഴിഞ്ഞ് മരണാനന്തര ജീവിതത്തിൽ വന്നിട്ട് അവിടെ നരകം നേടുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമായ ദുരന്തം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാസ ലോകത്ത് എപ്പോൾ ചെന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം, ആ ആയത്ത് ഒരിക്കലും മറക്കരുത്. ആ ആയത്ത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. കാരണം സൂറത്തുൽ മുൽക്കിലാണ് 15, 16, 17 വചനങ്ങൾ വായിച്ചപ്പോൾ നമുക്കവിടെ കാണുന്നു. നിങ്ങൾ എവിടെ വേണമെങ്കിലോ, ഏത് നാട്ടിലും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു നാട്, പിന്നെ നമ്മളെവിടെയാണോ എത്തുന്നത് അവിടെയാണ് പിന്നെ നമുക്ക് ഏറ്റവും പുതുമുള്ള നാട്. അതിനേക്കാളും എന്ത് ജോറ് വേറൊരു നാട്ടിലുണ്ടെന്ന് അറിഞ്ഞാലും നമുക്ക് അവിടെ പോയി അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. അപൂർവാളുകളെ ചിലപ്പോൾ അവിടെ വേറൊരു രാജ്യത്ത് പിന്നെ ഇവിടെ വന്നു, അല്ലെങ്കിൽ 2 3 രാജ്യത്ത് അങ്ങനെയുണ്ട്. ആ അല്ലാത്ത ആളുകൾക്ക് സ്ഥിരപ്രതിഷ്ഠ നേടിയ നാട്ടിൽ തിരിച്ചെത്താൻ അത് ഏത് നാടാണ്? ചിലർക്ക് ഒമാനായിരിക്കും, ചിലർക്ക് ദുബായ് ആയിരിക്കും, ചിലർക്ക് ഖത്തറായിരിക്കും. ആ രാജ്യം മരിച്ചു പിരിയ അങ്ങനത്തെ അവസ്ഥയായിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. അത് മനുഷ്യന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ്. അവിടെയാണ് അള്ളാഹ് പറയുന്ന ഈ വാചകം, വഇലൈഹിൻ നുശൂർ. എടോ, എവിടെ വേണേ പോയിക്കോ, ഉപജീവനം തേടി നീ ഏത് നാട്ടിൽ പോയിക്കോ. ഈ ഭൂമി അത്രയും വിശാലമാണ്, അല്ലാഹു വാസിയാക്കും. പക്ഷേ വഇലൈഹിൻ നുശൂർ, മടക്കം എന്നിലേക്കാണ്. അത് മറന്നുകൊണ്ട് ഒരു നാട്ടിലും അർമാദിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ ശരിക്കും അർത്ഥം. അവ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവണം, അള്ളാഹുവിനോടുള്ള കൂടുതൽ ബന്ധമുണ്ടാകണം, പൊറുക്കലിനെ തേടാനുള്ള മനസ്സുണ്ടാവണം, പുണ്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാകണം. ആളുകളെ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ മഹാമോശമാണെന്നില്ല. മൊത്തം ലോകം മൊബൈലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളെ അപഗ്രഥിക്കുകയാണെങ്കിൽ ടൈം പാസ് ആണ്. എല്ലാം മഹാവൽഗറുകളാണ്. ഒരർത്ഥം അതിലൊന്നുമില്ല. 2 മിനിറ്റ് ചിരിക്കാനുണ്ടാവും, അതിലപ്പുറത്തെ കാര്യം കുറിച്ച് ചിന്തിച്ചാൽ എന്താണ്? ഒന്നുമില്ല. പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് ലജ്ജ എന്ന് പറഞ്ഞ കാര്യം വ്യാപകമായി മനുഷ്യർക്ക് ഉണ്ടായിരുന്ന ഒരു വികാരമാണ്. ഇന്ന് ലജ്ജ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യനുള്ള ഏറ്റവും വലിയ വികാരങ്ങളിൽ ഒന്നാണ് ലൈംഗിക വികാരം എന്ന് പറയുന്നത്. പക്ഷെ അത് പരസ്യമായി പ്രകടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ലജ്ജയുടെ ഭാഗമായിരുന്നു. എന്നതല്ല, സോഷ്യൽ മീഡിയയിലെ ട്രോളുകളും മുഴുവൻ പോകുന്ന ആ റേഞ്ചിലാണ്. എന്ത് കാര്യമായിക്കോട്ടെ അതെല്ലാം പോണത് ഈ തമാശയുമായി ബന്ധപ്പെട്ട. അങ്ങനെ ബിറ്റുണ്ടാക്കിയ ആളുകളെ ചിരിപ്പിക്കണം. പക്ഷെ ആളുകളെ ചിന്തിപ്പിക്കുന്ന അവസ്ഥ വളരെ കുറവാണ്. ആളുകളെ ചിരിപ്പിക്കുന്ന അവസ്ഥയും ചിന്തിപ്പിക്കുന്ന അവസ്ഥയും രണ്ടുണ്ടാണ്. ചിന്തിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് പകരം ചിരിപ്പിക്കുന്ന അവസ്ഥ കൂടുതലുള്ള ഒരു കാലത്തിലൂടെയാണ്. അപ്പൊ ആളുകൾ ചോദിക്കുന്ന ഒരു പൊതുവെ ഒരു ചോദ്യമുണ്ട്. ഒരുപാട് ടെൻഷനുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലും ചിരിക്കേണ്ടതാണ് ആളുകൾ ചോദിക്കുന്ന പൊതുവെയുള്ള ഒരു ചോദ്യം. അങ്ങനെ നമുക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കാര്യം തിരിച്ചു വയ്ക്കാം, പിന്നെ ചിരിക്കലിന്നെയാണ്, ചിന്തിക്കലില്ല. കുറെയൊക്കെ ചിരിക്കണ്ടേ എന്ന് വെച്ചാൽ പിന്നെ ചിരി തന്നെ ഉണ്ടാകുള്ളൂ. ഓർത്തോർത്തി ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ മാക്സിമം ചിരിപ്പിക്കുന്നവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സ്ഥാനമുള്ളവരായി തീരുകയാണ്. അല്ലെ ഏറ്റവും രസമുള്ള കാര്യം എന്താ അറിയോ? ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന 4-5 വ്യക്തികളിലെ ഒരു ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്നവരെ
മനസ്സിലാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി മോനെ ചിരിപ്പിക്കാൻ കഴിയും. ഏറ്റവും ചൂടോടുകൂടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവർ ചിരിക്കാൻ നേരണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഒരു വാചകം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കൂടുതൽ കരയുകയും വളരെ കുറച്ച് ചിരിക്കുകയും ചെയ്യുന്ന. അതെന്തുകൊണ്ടാണ്? അത് ജീവിതത്തിന്റെ ഗൗരവത്തെ അളന്നത് കൊണ്ടാണ്. ഈ ജീവിതത്തിന്റെ ഗൗരവത്തെ അളക്കുന്നവർക്കല്ലാതെ ജീവിതത്തെ ശരിക്കും നമുക്ക് ഞാൻ ആരാണ് എന്ന് ചിന്ത, മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിയെ കുറിച്ച് ആലോചിച്ചാൽ അത് ഭയങ്കരമല്ലേ? ശരിക്കും ഈ സൃഷ്ടി, മനുഷ്യനെന്ന സൃഷ്ടിയുടെ കണ്ടെത്തലുകള്, അത്ഭുതങ്ങള്, ഇടപെടലുകള്, അതെല്ലാം മരണത്തോടുകൂടി അവസാനിക്കണേ ഈ ജീവിതത്തിനല്ലോ അല്ലാത്തോ. സഹസ്രാബ്ദങ്ങളോളം ഉപകാരം ഉണ്ടാകുന്ന കണ്ടെത്തലെത്തിയ വ്യക്തി 19 കൊല്ലം ജീവിച്ച് മരിച്ചു വേണം. അയാളെ കണ്ടെത്തലോ 8,000 വർഷവും 9,000 വർഷവും 10,000 വർഷമൊക്കെ ആ കണ്ടെത്തലിന്റെ റിസൾട്ട് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ദുരന്തവും. ഒരാൾ ഉണ്ടാക്കുന്ന ദുരന്തം. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ പീസിനെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ ലേഖനം എഴുതി. ഈ സമയം MC² എന്ന സൂത്രവാക്യം കണ്ടെത്തി. അതിന്റെ ഒരു അനന്തരഫലം ലോകത്ത് ആറ്റം ബോംബുകള്, ന്യൂക്ലിയർ ബോംബുകളൊക്കെ ഉണ്ടായതിനു ശേഷമുള്ള ദുഃഖം. കാരണം രണ്ടും ആ മനുഷ്യന്റെ പ്രത്യേകതയാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഭാവി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് അവന് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ, ഈ ഇരിക്കുന്ന നമ്മളൊക്കെ, ഞാൻ അതിനെ വളരെ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ വളരെ വളരെ കണ്ണിങ് ആയി ജീവിക്കാൻ തൗഫീഖ് ലഭിക്കേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി സ്ഥൂലമായി നമ്മൾ വിലയിരുത്തുമ്പോൾ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടുകളെ കുറിച്ച് മാത്രം ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങളിൽ അത്ഭുതം കണ്ടെത്താൻ കഴിയും. ഒരു വിശ്വാസിയെ കുറിച്ച് പറയുന്നിടത്ത് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ, ഒരാള് 1000 റക്അത്ത് നിസ്കരിക്കുക, വേറൊരാൾ അപ്പുറത്തിരുന്ന് 1 മണിക്കൂർ ചിന്തിക്കുക. എങ്കിൽ ഈ 1000 റക്അത്തിനേക്കാളും പ്രതിഫലവും പ്രാധാന്യവും 1 മണിക്കൂറിന്റെ ചിന്തക്കാണെന്നാണ്. കാരണം ചിന്തിക്കുന്നില്ലെങ്കിൽ നരകത്ത് പോകുന്ന പഠിപ്പിച്ചൊരു ഗ്രന്ഥമാണ് ഖുർആൻ. പൊതുവെ ഇസ്ലാമിനെ പറ്റി ആളുകൾ പറയുന്ന ചിന്തിക്കാത്തവരുടെ മതം എന്ന നിലയിൽ വിമർശിക്കുന്നു. അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ നരകത്ത് പോകുമായിരുന്നില്ല. ചിന്തിക്കാനാണ്. നരകത്തിൽ എത്തരുത് എങ്കിൽ ചിന്തിക്കണം. ആളുകൾ പൊതുവെ എന്താണ്, സൂറത്ത് മുഹമ്മദിൽ അല്ലാഹ് പറയുന്നതാണ് 14-ാമത്തെ വചനമാണ്. ആ കാര്യങ്ങൾ തിന്നുന്ന പോലെ തിന്നു കുടിക്കും എന്നതിനപ്പുറത്ത് ഒരരിമണി എടുത്തിട്ട് അതിനെ കുറിച്ച് എത്ര ചിന്തിക്കാനുണ്ട്? ഒരരിമണി എടുത്താൽ അതിനെ കുറിച്ച് എത്ര ചിന്തിക്കാനുണ്ട്? ഇപ്പൊ നമ്മൾ ചില ഫ്രൂട്ടുകൾ എടുത്താൽ എന്തുകൊണ്ടാണ് അള്ളാഹു ഡിസൈൻ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു റോബസ്റ്റ് പഴത്തിൽ അതിന്റെ തൊലിയിലെ ആ മാംസം ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു. നാക്കാലികളൊക്കെ മൂത്രയ്ക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്ത വാഴയുടെ മരട്, ഇതിന്റെ യാതൊരു രുചിയോ മണമോ ഒന്നുമില്ലാത്ത ഫ്രൂട്ടാണ് കിട്ടുന്നത്. ഇതൊന്നും അത് വലിച്ചെടുക്കണില്ല, അതിനാവശ്യമുള്ളത് മാത്രം. അതിനെ കുറിച്ചാണ് ദുഃഖാനൊക്കെ അത് ചോദിക്കുന്നത്. ആ വ്യത്യസ്ത ഒരു ചെറിയ പ്രദേശത്ത് ഒരേ വെള്ളവും വളവും നൽകി വ്യത്യസ്ത നിറം, വ്യത്യസ്ത രുചി, വ്യത്യസ്ത ആകൃതി, വലുപ്പം, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതെല്ലാം ചിന്തിക്കേണ്ടവനാണ് ഒരു വിശ്വാസി. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവിനെ കണ്ടെത്തുകയും ജീവിതത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യാനുള്ളതാണ്. ശരിക്കും ഹജ്ജിനൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താ? അവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് വ്യാഖ്യാനം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് എന്റെ നാഥൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. സൂറത്ത് നൂറിലാണ് 24-ാം അധ്യായം 47 മുതൽ 52-ാമത്തെ വചനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സത്യവിശ്വാസിയുടെ വാക്ക് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അവിടെ യുക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളുണ്ടാവും, യുക്തി ഉപയോഗിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, യുക്തിക്ക് ഉൾക്കൊള്ളാനാകാത്ത കാര്യങ്ങളുണ്ടാവും. അല്ലാഹ് പറഞ്ഞു, ഞാൻ എന്റെ ചിന്തയിൽ യുക്തിക്ക് പരിമിതിയുള്ളവനാണ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്റെ നാഥൻ എന്നോട് പറഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിശ്വാസി ലോകം, മാഷാ അല്ലാഹ്, അങ്ങനെ അനുഗ്രഹം കിട്ടിയ ആളുകളാണ് നാം. ആ അനുഗ്രഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്മുടെ സമയം. ഞാൻ പറയുന്നത്, എനിക്ക് ഈ കഴിഞ്ഞ മെയ് 26 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ദിവസമാണ്. 53 വയസ്സ് പൂർത്തിയാവുക. ഈ 53 വർഷം ജീവിച്ച ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ 13-ാമത്തെ വയസ്സിൽ മിമ്പറിൽ കയറിയ ഒരാളാണ് ഞാൻ.
13-ാമത്തെ വയസ്സിൽ ഖുത്ബ നടത്താൻ ഭാഗ്യമുണ്ടാവുകയും അന്ന് മുതൽ ഇന്ന് വരെ ഖുത്ബ നടത്തി പ്രസംഗിച്ചൊക്കെ. ആ 13 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എത്ര കാര്യം അള്ളാഹുവിന്റെ സ്വീകാര്യമാണ്, എത്ര കാര്യമാണ് അള്ളാഹുവിന് വെറുപ്പുണ്ടായത്. ഓടി നടന്നതൊക്കെ ദീനുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ എത്ര കാര്യം നിയ്യത്ത് കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും ചെയ്ത കർമ്മത്തിന്റെ മേന്മ കൊണ്ടും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. ഇനി ഒരു 55-ാമത്തെ വയസ്സിൽ മരിക്കാനാണ് അള്ളാഹു തീരുമാനിച്ചതെന്ന് വിചാരിക്കും. 2 കൊല്ലാണ് എന്റെ മുമ്പിലുള്ള 2 കൊല്ലമാണ്. ഈ 2 കൊല്ലം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അള്ളാഹുവിനൊരാളെ തൃപ്തിപ്പെടാൻ 2 കൊല്ലമൊന്നും വേണ്ട, 2 സെക്കൻഡ് മതി. അത് വലിയൊരു അത്ഭുതവുമാണ്. ഒരുപാട് കാലം ജീവിക്കാന്നുള്ളതൊന്നല്ല. അതുകൊണ്ടാണ് സൂറത്ത് സുമറിലെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, സലാമുൻ അലൈക്കും തിബ്തുൻ. ഈ തിബ്തു എന്ന് പറഞ്ഞാൽ നമ്മളോട് ജോറായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായി എന്ന് പറയില്ല. അതാണ് അള്ളാഹ് പറയാൻ സലാമുൻ അലൈക്കും വന്നോളൂ, രക്ഷയുടെ ഭവനത്തിലേക്ക് വന്നോളൂ. തിബ്തുൻ, ഭയങ്കരമായ തൃപ്തി അള്ളാഹുവിന് നമ്മളോട്. ആ തൃപ്തി പ്രകടിപ്പിക്കുന്ന പദമാണ് സലാമുൻ അലൈക്കും തിബ്തുൻ. സ്വർഗത്തിന്റെ വാതിൽ എത്തുമ്പോൾ പറയുന്ന വാചകം സ്വർഗത്തിന്റെ 8 വാതിലിൽ ഇരുന്നിട്ട് കുടുംബസമേതം സ്വർഗത്ത് പോകുന്നതിനെ കുറിച്ച് സൂറത്ത് റഅദ് 13-ാം അധ്യായം 21 മുതലുള്ള വാചകത്തിൽ പറയുന്നു. എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് അത് നമ്മളെപ്പോഴും ഓർക്കണം. എന്റെ കൂടെ ജീവിച്ച എന്റെ ഭാര്യ സ്വർഗത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മളുണ്ടാകണം. ഖുർആന്റെ പ്രയോഗം തന്നെ സ്വാലിഹീങ്ങളായ മാതാപിതാക്കള്, ഇണകള്, മക്കള് ഷോപ്പിംഗ് മാളിലേക്ക് കയറി പോകുന്ന പോലെ അങ്ങനെയല്ല. നമ്മൾ നെസ്റ്റോയിൽ പോവുക, ലുലുവിൽ പോവുക, കുടുംബസമേതം വന്ന് വാഹനത്തിൽ ഇറങ്ങി മക്കളും ഒന്നിച്ച് ഒരു വല്ലാത്ത കൗതുകത്തോടു കൂടിയാണ് ഒരു ഷോപ്പിംഗ് മാളിൽ പോകുന്ന നമ്മൾ പോകും. അതുപോലെ സ്വർഗത്ത് പോകാൻ കഴിയുന്ന, കാരണം അതിന്റെ തൊട്ട് മേലെ അള്ളാഹു പറയുന്നത് പടച്ചോന് വേണ്ടി അങ്ങേയറ്റത്തെ ക്ഷമ. ഈ ലോകത്ത് മനുഷ്യൻ അള്ളാഹ് നൽകുന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലിയൊരു കാര്യം ക്ഷമയോടുകൂടി എല്ലാം നോക്കിക്കാണാൻ കഴിയാന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഇന്നത്തെ ക്ലാസ് പറയുന്ന ഏറ്റവും പ്രധാനമായ പോയിന്റുകളിൽ ഒന്ന് സമയത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ്. 2 അങ്ങേയറ്റത്തെ ക്ഷമ. സംഘടനയായി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ക്ഷമ ആവശ്യമുള്ളൊരു മേഖലയാണ്, ഒരുപാട് ക്ഷമ ആവശ്യമുള്ളൊരു മേഖലയാണ്. എനിക്കറിയാം കാബുബിന് മാലിക്കിനെ, ആ 3 ആളുകളെ അള്ളാഹുവിന്റെ റസൂല് മാറ്റി നിർത്തി. അവരൊരു ചെറിയ തെറ്റ് ചെയ്തു, യുദ്ധത്തിന് പോകാതെ മനസാക്ഷി വഞ്ചിച്ച് കള്ളം പറഞ്ഞു. അങ്ങനെ അവരെ മാറ്റി നിർത്തി. സലാം പോലെ അവരോട് പറയരുത് എന്ന് പറഞ്ഞ് നേതൃത്വം, പ്രവാചകന്റെ നേതൃത്വം അവരെ പരിഷ്കരിച്ചു. ആ സമയത്ത് കാബുബിന് മാലിക്കുന്ന ഒരു കത്ത് കിട്ടും. ആ ലെറ്ററിന്റെ കണ്ടന്റ് ഇതാണ്. ഒരു പ്രാദേശിക രാജാവിൽ നിന്നുള്ള ലെറ്ററാണ്. ആ ലെറ്ററിൽ ഇതാണ്: പ്രസ്ഥാനത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി സമർപ്പണം ചെയ്തിട്ടും നിന്റെ നേതാവ് നിന്നെ അവഗണിച്ചല്ലോ, പുറത്താക്കിയല്ലോ, മാറ്റി നിർത്തിയല്ലോ. എല്ലാ സ്വീകരണവും ഞാൻ തരാം, നീ ഇങ്ങോട്ട് തിരിച്ചു പോരി എന്നാണ് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്: പ്രവാചകൻ എന്നെ മാറ്റി നിർത്തി എന്നതൊരു പരീക്ഷണമാണ്. അതിൻ്റെയൊക്കെ എത്രയോ മേലെയുള്ള ഒരു പരീക്ഷണമാണ് ഈ ലെറ്റർ. അവിടെ ഞാൻ ക്ഷമ അവലംബിക്കലാണ്. അതെനിക്കൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിലെ ക്ഷമയാണ് എൻ്റെ ജീവിതത്തിന്റെ വിജയം. ആ ക്ഷമയാണ് അള്ളാഹു ആയത്തിറക്കി. എന്തൊരു സന്തോഷമായിരുന്നു. അവരെന്നെ പറയുന്നത് ഭൂമി ഇടുങ്ങിയതായി തോന്നി. ഭൂമി ഇടുങ്ങിയതായി തോന്നുക പറഞ്ഞാൽ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ വരികയാണ്. ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇതൊക്കെ അനുഭവിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളെ മനസ്സിലാകാത്ത അവസ്ഥ വരും. നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒരു നിമിഷം പോലും സ്വന്തമായിട്ട് നമ്മളൊന്നും വാങ്ങുന്നുണ്ടാവില്ല. ഇപ്പൊ പെരുന്നാളിനൊക്കെ പോയി മക്കളെ ടെക്സ്റ്റൈൽസ് കൊണ്ട് എല്ലാം വാങ്ങിക്കൊടുക്കും. എല്ലാം വാങ്ങിക്കൊടുത്ത് വാഹനത്തിൽ കയറുമ്പോൾ വെറുതെ നിങ്ങളും ചോദിച്ചു നോക്ക്, ഉപ്പൊന്നും എടുത്തില്ല, നിങ്ങളെന്താ ഒന്നും ചോദിക്കാതിരുന്നത്? അപ്പോഴേ അവരെ ഞങ്ങൾ ഓർത്തില്ല. പക്ഷെ നമ്മൾ അതുവരെ ഓർത്തത് ആരെയാണ്? നമ്മുടെ മക്കളെയാണ്. നമ്മളെ അവർ ഓർത്തിട്ടില്ല. അപ്പോഴും നമ്മൾ അവരെ കൂട്ടിപ്പിടിച്ചിട്ടില്ലേ? അടുത്ത പെരുന്നാളിന് നമ്മൾ അവരെ കൂടെ പോകുന്നില്ലേ? ഈ പ്രാവശ്യം ഒരു ചോദിച്ചില്ല എന്നതുകൊണ്ട് അടുത്ത വലിയ വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. ശരിക്കും ലോകത്ത് പഠിക്കപ്പെടാതെ പോയ ഒന്ന് പിതാവാണ്. ലോകത്തൊരാൾക്കും പഠിക്കാൻ എന്ന് വരെ കിട്ടാത്ത ഒരു മഹാ അധ്യായത്തിന്റെ പേര് കൂടിയാണ് ബാപ്പ എന്ന് പറയുന്നത്. ഉമ്മാനെ പഠിക്കാൻ എളുപ്പമാണ്. ഉമ്മാനെ പറ്റി ലോകം പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ബാപ്പാനെ പറ്റി ലോകം പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ആ വാചകം അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അതൊരു മഹാപ്രബന്ധമാണ്. ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചാൽ വിശദീകരിച്ചു കരയാതെ ആ വിവരണത്തെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അങ്ങേയറ്റത്തെ സ്വബർ.
കാരണം ഖുർആൻ അവിടെ സൂറത്തുൽ റഅദിൽ ഉപയോഗിച്ചെന്നറിയോ, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും. എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ പറഞ്ഞു? അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ചെയ്യുന്നവർ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം. എന്താ കാരണം അറിയോ? ഒരു ജോലി നഷ്ടപ്പെടാതിരിക്കാൻ മേലുദ്യോഗസ്ഥനൊന്നും തല്ലിയാലും ചിലപ്പോൾ നമ്മള് ജോലി നഷ്ടപ്പെടാന്ന് വിചാരിച്ച് ക്ഷമിക്കും. ഭാര്യനോട് കുടുംബത്തിനോട് 4 ആൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നമ്മൾ ചില ക്ഷമ അവലംബിക്കും. അവിടെ ഒന്നും പടച്ചോനെടുക്കുന്ന വജ്ഹ് ഉദ്ദേശിച്ച് ക്ഷമിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ ആ പദം, ഞാൻ ആ പദത്തെ കുറിച്ച് ഒരുപാട് ആലോചിച്ച ഒരാളാണ്. കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ അതായത് ക്ഷമ നമുക്ക് ഒടുവിൽ കൊണ്ടിരുന്നത് എന്താ അറിയുന്നത്? സൗഭാഗ്യം മാത്രമാണ്. ക്ഷമയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ ഫലസ്തീനൊക്കെ ഇന്നും, പക്ഷെ ഫലസ്തീനികളുടെയൊക്കെ ക്ഷമ നിങ്ങളൊന്ന് ശരിക്കും പരിശോധിച്ചാൽ, ഒരു ചെറിയ കുട്ടിയുടെ കൈയും കാലം നഷ്ടപ്പെട്ടാൽ പോലും ചിരിച്ചുകൊണ്ടല്ലാതെ ഹോസ്പിറ്റലിൽ ആ കുട്ടി കിടക്കുന്നില്ല. ജീവിതം ഉടനീളം അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, അള്ളാഹു ഗിഫ്റ്റായി ലോകത്തൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ക്ഷമ എന്ന ആ മഹാസംഭവത്തിന് പേര്. ആ ക്ഷമയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഞാൻ ഖത്തറിലുണ്ടായിരുന്ന സമയത്ത് 37 വർഷം ജോലി ചെയ്ത ആളാണ് എൻ്റെ ഉപ്പ. ഒരേ സ്ഥലത്ത് 1000 റിയാലിന് 10-20 കൊല്ലം തുടർച്ചയായിട്ട് ജോലി ചെയ്ത ആളാണ്. ഞാൻ ഉപ്പാനോട് ചോദിക്കുമായിരുന്നു, ഒരു റിയാല് കൂട്ടിക്കിട്ടാൻ ആഗ്രഹിച്ച മറ്റൊരു ജോലി ട്രൈ ചെയ്യാൻ. അന്നൊക്കെ ഉപ്പനോട് പറയുന്ന ഒരു കാര്യം, ഒരു സ്ഥലത്ത് സ്ഥിരാകുക എന്നുള്ളതാണ് ബർക്കത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിലും. അതിലുള്ള ക്ഷമയാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും ഒടുവിൽ സ്ഥായിയായ ഒരു വിജയത്തിന്റെ മാനദണ്ഡം. മാഷാ അല്ലാഹ്, 30 ജയിച്ചു. ഒരുപാട് കടബാധ്യതയുള്ള ഒരാളായി. ഒന്നുമില്ല, സ്വത്തുണ്ട്, മക്കളുണ്ട്, സമ്പാദ്യമുണ്ട്, നിറഞ്ഞ കണ്ണുകളോടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാനൊക്കെ അതിൽ പഠിച്ചൊരു പാഠമാണ് ക്ഷമയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ എന്തായാലും സുബ്റായിരുന്നു. എന്തെല്ലാം നിലയിലുള്ള പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും ഒരു നിലയിലും ക്ഷമക്കപ്പുറത്തേക്കുള്ള, അതുകൊണ്ടല്ലോ നബിയുടെ കഴുത്തിൽ നിന്ന് പുതപ്പ് വലിച്ചിട്ട് രക്തം ഇങ്ങനെ പൊടിഞ്ഞു നിന്നു എന്നാണ് സഹാബികൾ നോക്കുമ്പോൾ. ഒരു ആറാബി, ഒരു ബദു നബിയുടെ, നിന്റെ വാപ്പാന്റെ വകയില്ല ഈ സ്വത്ത് എന്ന് പറഞ്ഞ് വലിച്ചു പോയി. അപ്പോഴും നബി ചിരിക്കുകയാണ്. ഇപ്പോ കുയൈന നബിയെ വന്നിട്ട് നബിയെ കയറി പിടിക്കുമ്പോഴും, കാരണം അതേ ബൈബിള് വായിച്ചിട്ടുണ്ട്, പ്രവാചകനാണെങ്കിൽ ഉണ്ടാകേണ്ട ക്ഷമയുടെ, സഹനത്തിന്റെ, പക്വതയുടെ, അത് നബിയിൽ പ്രകടമാകുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഇവിടെ ജീവിക്കും, ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ജീവിതത്തിലൂടെ കടന്നു വരും. അതൊക്കെ അങ്ങേയറ്റം നമ്മൾ എപ്പോഴും ഓർക്കുക, എന്റെ റബ്ബിന്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഗുണങ്ങളിലൊന്നും സുബ്റാണ്. നിങ്ങൾ നോക്ക്, സൂറത്ത് ആൽ ഇംറാനാണ് 186 വചനമാണ്. അതായത് സൂറത്ത് ആൽ ഇംറാൻ 185 വചനമാണ്. 86 വചനം അതിൽ പറയുന്നത്, അഹ്ലു കിതാബിൽ നിന്നും ബൗദ്ധ വിശ്വാസികളിൽ നിന്നും ഒരുപാട് കുത്തുവാക്കുകൾ, അപഹാസങ്ങൾ, പരിഹാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നതും അഹ്ലു കിതാബിൽ നിന്ന് കേരളത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അവിടെ അന്ന് ഉപയോഗിച്ച പദം എന്താ അറിയും? തഖ്വ കൈക്കൊള്ളുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ അവരാണ് വിജയികൾ, അവർക്കാണ് ജീവിതത്തിന്റെ മെച്ചമുള്ളത്. അപ്പൊ അവിടെയും അള്ളാഹു എടുത്തു പറയുന്നത് ഈ ക്ഷമയെ കുറിച്ചാണ്. ദേവാലയങ്ങൾ വിവരിച്ചപ്പോഴും പറഞ്ഞ അള്ളാഹു എന്താണ് നമുക്കറിയാം, അവിടെയും പറയുന്നത് സുബറിനെ കുറിച്ചാണ്. എവിടെ നിങ്ങൾ പരിശോധിച്ച ഖുർആനിൽ ഏറ്റവും അത്ഭുതം, നമസ്കരിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ കയറി കൂടുന്നുള്ള ഒരു പരാമർശമല്ല, നോമ്പ് കൊടുത്തതിന്റെ പേരിൽ സക്കാത്ത് കൊടുത്തതിന്റെ അന്നല്ല, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബാ. എന്താണ് സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ നിന്ന് മലക്കുകൾ പറയുന്നതാണ് സൂറത്തുൽ റഅദിൽ. അവിടെ എന്താ പറയുന്നത് അറിയോ? ക്ഷമിച്ചത് കൊണ്ട്. എന്താ അങ്ങനെ പറയാം? നിസ്കരിച്ചുകൊണ്ടെന്നല്ല, ഹജ്ജ് ചെയ്തുകൊണ്ടെന്നല്ല, ക്ഷമിച്ചത് കൊണ്ട്. ഹജ്ജ് ചെയ്യണേ ക്ഷമ വേണം. ഈ ഇബാദത്തുമായി ബന്ധപ്പെട്ട സൂറത്ത് മറിയമിൽ പറയുന്നത് അറിയോ? ഫസ്തബിർ ഇബാദത്തി അൽ തഅലമു ലഹു സബീല. അവിടെ പറയുന്നത് എന്താണ്? ഇബാദത്തിൽ സബർ, റുകൂഇൽ സുജൂദിൽ സബർ, ദിക്റിൽ സബർ, എല്ലാത്തിലും സബർ. അപ്പൊ ആത്യന്തികമായി ജീവിതം സ്വർഗം കിട്ടാൻ ആവശ്യമുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ക്ഷമയാണ്. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് അതാണ്. പെട്ടെന്ന് തന്നെ എടുത്തിയാടി എല്ലട്ടറിനെ നമ്മൾ അവിടെയൊക്കെ നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ ജീവിച്ചത് എന്തിനായി? എന്റെ റബ്ബിനെ മുൻനിർത്തിയാണോ? എങ്കിൽ
എന്ത് അവഗണന ഉണ്ടായാലും, പരിഗണിച്ചാലും പരിഗണിച്ചില്ലെങ്കിൽ പടച്ചോനെടുത്ത് പരിഗണന കിട്ടാനാണോ? ഒരു ടെൻഷൻ ഉണ്ടാവില്ല ജീവിതത്തിൽ. നമ്മളിവിടെയൊക്കെ ജീവിച്ച ജീവിതത്തിന്റെ അവസ്ഥ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവുമോ? നമ്മുടെ ഭാര്യക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഒരു ദിവസം അങ്ങനെ തെറ്റിയ അവിടെ മെസ്സേജ് എന്തായിരിക്കും? ഞാൻ നല്ലോണം അവിടെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ പൈസ അയക്കണം. നിങ്ങളവിടെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം, അതുകൊണ്ട് 10 ദിവസം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് അല്ലേയോട് പറയുന്നത്. ഞാനിവിടെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. പറഞ്ഞു മനസ്സിലായത്? അവിടെയും എല്ലാം ഈ ഐസ് കട്ട പോലെയാണ് ഒരു ഭർത്താവ്. അതിനെ പറഞ്ഞാൽ കടലിന്റെ മേലെ 20% ഐസ് ഉണ്ടാവും, 80% കടലിന്റെ അടിയിലെ മേലെക്കാണ് 20%. അതുപോലെയാണ് ഒരു പുരുഷൻ. അയാളുടെ വേദനകളൊന്നും അധികം ആരും അറിയില്ല. ഒരു വീട്ടില് ഭാര്യ 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ 2 ബെഡ്റൂം ക്ലീനാക്കിയാൽ മതി, 2 ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഒന്നാക്കിയാൽ മതി, 4 ആളാ വീട്ടിലെങ്കിൽ 4 ആൾക്ക് ഭക്ഷണം വെച്ചാൽ മതി, 4 ആളെ ഡ്രസ്സ് അലക്കിയാൽ മതി. അവളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവളവിടെ എന്താ ചെയ്യുന്നത്, അവർക്ക് എന്താ അവിടെ ചെയ്യാനുള്ളത്. പക്ഷെ അവള് കണ്ടിട്ടില്ലാത്ത ലോകത്ത് ഒരു ഭർത്താവ് കുടുംബത്തെ പോറ്റാൻ എന്തെല്ലാം ചെയ്യുന്നു എന്നത് അയാൾ പറയാറില്ല, പലപ്പോഴും അവൾ ചോദിക്കാറില്ല. മരിക്കുന്നവരെ അയാൾ ഈ ഐസ് കാട്ട 80% വെള്ളത്തിനടിയിലെന്ന പോലെ അയാളെ പല ബാപ്പാരെയും ലോകം അറിയാതെയാണ് ബാപ്പാര് മരിച്ചു വന്നേനെ. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞ പോലെ പരലോകം എന്ന പദ്ധതി നിശ്ചയിച്ച അള്ളാഹുവിന് സ്തുതി. അതില്ലേ നമ്മൾ ജീവിച്ചിട്ടൊന്നും ഒരർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന കാര്യമായിട്ട് നമ്മളോട് പറയുന്നത് ക്ഷമയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം. എന്തൊക്കെ ആയിക്കോട്ടെ പടച്ചോൻ അവസാനം രക്ഷപ്പെടുത്തുന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം. കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടൊരു പിതാവിന്റെ കഥ പറയണം. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്. അവിടെയും അദ്ദേഹം പറയുന്നതാ 12-ാം അധ്യായം 18-ാമത്തെ വചനം ഭംഗിയായിട്ട് ക്ഷമിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കുന്നു എന്നതിനർത്ഥമല്ല, വേദനകളെ കടിച്ചു തിന്നുന്നു കൂടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അറിയോ? എന്റെ വേദന ഞാൻ എന്റെ റബ്ബിനോട് പറയുന്നു. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദുബായിലായി. 16 ആളുകളുടെ റൂമില് തട്ടായിട്ടുള്ള കട്ടിലെ മേലെയാണ് ഞാൻ കിടക്കുന്നത്. അതിലൊരാളായിട്ടാണ് ഞാനും അവിടെ. വീട്ടില് 7 ടോയ്ലറ്റ് ഉള്ള ഒരു വീട്ടിലെ ഉടമയാണ് ഞാൻ. പക്ഷെ അവിടെ 16 ആൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവിടെയുള്ള എല്ലാ പ്രവാസികളും. ഈ പ്രവാസിയിൽ പലരും നാട്ടിൽ ഗംഭീര വീടുള്ളവരാണ്. പക്ഷേ ക്യൂ നിൽക്കുകയാണ്. ഒരാൾ കഴിഞ്ഞ് ഒരാള് ഒരു 1/2 മിനിറ്റ് അധികം എടുത്താ ഡോറിന് മുട്ട്, കാരണം കുട്ടിക്ക് കൊണ്ടുപോയാണ്. പക്ഷെ ഇതാരും അറിയുന്നില്ല അറിയോ? വീട്ടിലെ സർവ്വ ടോയ്ലറ്റും മാറി ഉപയോഗിക്കും നമ്മുടെ മക്കള്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഈ ക്ഷമയുടെ ഒടുവിൽ നമുക്ക് ലഭിക്കാനുള്ളത് സ്വർഗത്തിലെ സമുന്നതമായ ഒരു സ്ഥാനമാണ്. അതില്ലായിരുന്നെങ്കിൽ ജീവിതത്തെ കുറിച്ച് ശരിക്കും ആവശ്യമില്ല. എന്തിന് സുഖിച്ചൂടായിരുന്നോ? സന്തോഷിച്ചൂടായിരുന്നോ? ഭയങ്കരമാണ്. എത്ര ചിന്തിച്ചാലും എടുക്കല്ലാത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് കൃത്യമായ നിസ്കാരം നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. സുന്നത്തായ കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനം. നമുക്ക് 10 ദിവസം ജിഹാദിനേക്കാളൊക്കെ നമുക്ക് പുണ്യവും മേന്മയും ഒക്കെയുള്ള ഈ 10 ദിവസം പാവപ്പെട്ടവരുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്നൊരു മനസ്സുണ്ടായി. അലി ബിൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ വലിയ തയമ്പുണ്ടായിരുന്നു. മയ്യത്ത് കുളിപ്പിക്കുന്നവരത് കണ്ടു, അവർക്ക് മനസ്സിലായില്ല എന്താണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീടുകളിലൊക്കെ കരച്ചിൽ ഉണ്ടായപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് ആരോ ഭക്ഷണം തന്നിരുന്നു, ഒരാഴ്ചയായിട്ട് കിട്ടണില്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർക്കൊക്കെ ഭക്ഷണം എത്തിച്ചിരുന്നത് അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു. അദ്ദേഹം ഓരോ പാവപ്പെട്ടവരുടെ വീടും മാർക്ക് ഇടയായിരുന്നു. പ്രവാസ ലോകത്തെ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒന്ന്, നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നമായിട്ട് നമ്മുടെ വീട്ടിലെ ആളുകൾ വരും. ഇവിടെ നമുക്ക് അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് കയറി വന്ന് അങ്ങനത്തെ ഒരു വിഷയം നമുക്ക് പലപ്പോഴും ഇവിടെ ഉണ്ടാവും. നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും, പലതും ഉണ്ടാവും, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും താരതമ്യേന നമുക്ക് കുറവായി. അപ്പൊ നമുക്ക് ഈ സമയത്തൊക്കെ ചെയ്യാവുന്ന എന്താന്ന് പറഞ്ഞാൽ, ഒരാൾ പറയാത്ത, ഒരു കൈ കൊടുത്ത് മറുകൈ അറിയാത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ആ വീട്ടില് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ട് അതവരെ ഉണ്ടാക്കി കുട്ടികളത് കഴിച്ച് റാഹത്താകുന്നവരെ വീട്ടിന്റെ ഉമ്മർപ്പിടിയിൽ പുറത്തു നിൽക്കുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പൊ ആ സ്ത്രീ പുറത്തോട്ട് വന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്,
പലപ്പോഴും പല ആളുകളും അത് ഉദ്ധരിക്കാറില്ല. അവർ പറയാണ്, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്, ഈ രാജ്യം ഭരിക്കുന്ന ഉമറുണ്ടോ, ഇതൊക്കെ വല്ലതും അറിയുന്നു. ഇത് പറയുന്ന ഉമർ ബിൻ ഖത്താബിനോടാണ്. എന്നാ പറയട്ടെ, ഞാനാണത് പറഞ്ഞില്ല. അവരൊക്കെ പ്രതീക്ഷിച്ച ഒരു പരലോകമുണ്ട്. അത് പ്രതീക്ഷിക്കണമെന്നാണ് ഞാൻ എന്നോടും നിങ്ങളോടും ഒക്കെ പറയുന്നത്. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ പ്ലാനും. ഓരോ നിമിഷവും നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജീവിത ആസ്വാദനമുണ്ട്. അതിൽ റീല് ചെയ്യുന്നവർക്കും യൂട്യൂബിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നും കിട്ടാത്തൊരു അനുഭൂതിയാണ്. ആ അനുഭൂതി വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്നതാണ്. അതുകൊണ്ട് ദീർഘമായി ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. പക്ഷെ അത് നമുക്ക് പെരുന്നാൾ നിസ്കാരം വിശേഷമുള്ള ദിനങ്ങളും ഒക്കെ കുറച്ചുണ്ടാവുമല്ലോ. അപ്പൊ ആ ടൈമിൽ നമുക്ക് പറയാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഒന്ന്, സമയം ജനങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ സമയത്ത് ഉപയോഗിക്കുന്നിടത്തും അവർക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് രാവിലെ സുബഹി കഴിഞ്ഞ ഒരു 3 ഖുർആനിക വചനം സ്ഥിരമായിട്ട് പഠിക്കുക. അതിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാതിരിക്കുക. 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് തീരും. 3 ഖുർആനിക വചനം ഡെയിലി പഠിച്ചാൽ 6 വർഷം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് തീരും. അർത്ഥം സഹിതം പഠിച്ചു തീരും. 3 ആയത്ത് ഒരു ദിവസം പഠിച്ചാൽ. നമ്മളൊക്കെ വിചാരിച്ചാൽ രാവിലെ ഒരു 3-ഉം രാത്രി ഒരു 3-ഉം പഠിക്കാൻ പറ്റും. പിന്നെ സൂറത്തുൽ മുൽക്ക് 30 ആയത്താണ്. അത് ഡെയിലി ഓതിയിട്ട്, മുഹമ്മിദത്താൻ ഓതിയിട്ട്, ആയത്തുൽ കുർസി ഓതിയിട്ട്, ആമന റസൂൽ ഓതിയിട്ട് ശരീരമൊക്കെ തടവി വലതു ഭാഗത്തോട്ട് ചരിഞ്ഞു കിടക്കും. അപ്പൊ ഖുർആനുമായിട്ടാണ് നമ്മുടെ ഒരു ബന്ധം. അൽ ഖുർആൻ റബീഅ ഖൽബി, ഹൃദയത്തിന്റെ വസന്തമായി തീരാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, അതോടൊപ്പം മറ്റുള്ളവർക്ക് ഈ ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുണ്ടോ. ജീവിതത്തിൽ ഒരിക്കലും അവരോട് ഒരിക്കൽ പോലും നമ്മൾ ഇസ്ലാം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ എന്റെ മനസ്സിലൊക്കെ ഉള്ളത്, ഒരു മുസ്ലിമിനോട് ഒരു കാര്യം പറയാൻ കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്, ഇത് വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വരവിൽ നമ്മൾ അങ്ങനെ ഒരു പരിപാടിയൊക്കെ വെച്ചിരുന്നു. നമ്മൾ ഓർക്കണ്ടോ? നല്ലൊരു പ്രോഗ്രാം നമ്മൾ വെച്ചു. അപ്പൊ അതിനൊക്കെ സാധിക്കുകയാണെങ്കിൽ ഇപ്പൊ വലിയ പെരുന്നാളോടനുബന്ധിച്ചു ഇത് സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാൻ, അത് 19 ആളായിക്കോട്ടെ, അതിലൊരു 5 മുസ്ലിം ഉണ്ടെങ്കിൽ മാഷാ. അപ്പൊ അതിനൊക്കെ ശ്രമിക്കണം എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. കാലം നമ്മളെ കാത്തിരിക്കില്ല. അത് അതിൻ്റെ അനിശ്ചിതമായ പ്രവാഹത്തോടുകൂടി കാലചക്രം കറങ്ങും. നമുക്കൊക്കെ കഴിഞ്ഞ വരവിനേക്കാൾ നയിച്ചിട്ടില്ലേ? അതങ്ങനെ ആണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളൊരു സുപ്രഭാതത്തിൽ കേൾക്കുന്ന ആൾ മരിച്ചു. അയാളുടെ ഓർമ്മകളും കുറേ ദിവസം കഴിയുമ്പോൾ മാഞ്ഞില്ലാതാണ്. പക്ഷേ അള്ളാഹുവിന്റെ റെക്കോർഡിൽ ആ വ്യക്തി ജീവിച്ച നന്മയുടെ കാലയളവ് മങ്ങാതെ മായാതെ ശരിക്കും അതിനൊക്കെ ഒരു വൈകാരികമായി കണ്ടിട്ടുണ്ട്. എല്ലാം രേഖപ്പെടുത്തിയ ഒരു കിതാബ് ഇങ്ങനെ കിട്ടുമ്പോൾ മാലിഹാദൽ കിതാബ് ഓർക്കാൻ ഒരു 18-ാം അധ്യായം 49 17-ാം അധ്യായം 13-14 കിതാബ് തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ ഒരക്ഷരവും കൂടുതൽ ഉണ്ടാവില്ല, ഒന്നും മാഞ്ഞു പോവില്ല. നമ്മുടെ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ നമ്മുടെ പല അവരും മറന്നേക്കാം. പക്ഷെ അള്ളാഹുവിന്റെ റെക്കോർഡിൽ 16 മുതൽ 20 വരെയുള്ള. അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായി നോക്കിക്കാണുകയും സുബ്ർ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവമായി കൊണ്ടുനടക്കുകയും ആ ക്ഷമയിലാണ് ജീവിത വിജയം എന്ന് ഉറച്ചു വിശ്വസിക്കുകയും സ്വർഗലോകത്തിലെ 8 വാതിലുകളിൽ നിന്ന് മലക്കുകൾ പറയുന്ന ഏക കാര്യം സുബ്ർ കൊണ്ട് പിശാച് നമ്മളെ അതിൽ നിന്നൊക്കെ തെറ്റിക്കാനുള്ള ഒരു ശ്രമം, നമ്മുടെ കൂടെ പ്രവർത്തകർ. അതുകൊണ്ടാണല്ലോ ഇന്നമിന്ന സുവാജിക്കും ഔലാദിക്കും ആ ചൊവ്വിലക്കും നിങ്ങളുടെ ഭാര്യമാരിൽ ശത്രുണ്ട്, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുണ്ട് എന്ന് പറയുന്നത്. ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും പുറത്തു കൊടുക്കുകയും ചെയ്യൂ. 64-ാം അധ്യായം 14-15 വാചകമാണ്. അപ്പൊ അവിടെയൊക്കെ ക്ഷമ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ്. ആ ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണാൻ, പടച്ചവനോട് കൂടുതൽ അടുക്കാൻ, നന്മകൾ ചെയ്യാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അറിയാം, എനിക്കറിയാം കുറച്ച് അസുഖവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നേരിട്ട ഒരു വർഷമായിരുന്നു ഈ കഴിഞ്ഞ 24-ഉം 25-ഉം ഈ കാലയളവൊക്കെ. അതുകൊണ്ട് 20 മിനിറ്റ് സംസാരം, പിന്നെ 20 മിനിറ്റ് ഇരുത്തം എന്നൊക്കെയാണ്. കാരണം കാലിൻ്റെ ദുർബലത കൊണ്ട് ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് പഴയ പോലെ അടിച്ചു പൊളിച്ച് കുറേ സമയം സംസാരിക്കാൻ സാധ്യമല്ല. മാത്രമല്ല ഇന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ ആർക്കും ദൈർഘ്യമേറിയ ഒരു പ്രസംഗം
മനസ്സിൽ സൂക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പല ആളുകളും ഒരുപക്ഷെ പെരുന്നാളിൻ്റെ ഭാഗമായി നാട്ടിലോട്ട് പോകും. അപ്പോൾ ആ യാത്രയിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് ഉപജീവനം നൽകുന്ന ഈ നാടിന് വേണ്ടിയും നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, നമ്മുടെ സംഘടനയുടെ സ്റ്റേറ്റ് ലീഡർ PN അദ്ദേഹം സൗദി അറേബ്യയുടെ രാജകുടുംബത്തിൻ്റെ അതിഥിയായി ഹറമിലെത്തി. അതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പൊക്കെ അദ്ദേഹം അപ്പം വളരെ ഫലപ്രദമായ ഒരു ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ച് വളരെ ഫലപ്രദമായ രൂപത്തിൽ ആ ഹജ്ജ് കർമ്മൊക്കെ ചെയ്ത് നമ്മുടെ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിക്കാൻ ദീർഘായുസ്സോടുകൂടി അദ്ദേഹത്തിന് കഴിയട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ നാട് ഇപ്പം നമുക്ക് ഒരുപക്ഷെ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകടം കൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാകും. കാരണം അത്രയും പപ്പടം പൊടിയുന്ന മാതിരി റോഡ് പൊടിഞ്ഞിങ്ങനെ പോകുന്നൊരവസ്ഥയാണ്. നമ്മുടെ കേന്ദ്രവും കേരളവും ഒക്കെ ഒരേപോലെയാണ്. ഒരു നാണയത്തിൻ്റെ ഇരുപുറമാണ്, രണ്ടും കള്ളന്മാരാണ് എന്ന തിരിച്ചറിവെങ്കിലും ഇനി വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ രാഷ്ട്രീയം പറയല്ല, സങ്കടം പറഞ്ഞതാണ്. കാരണം അവസ്ഥ അതാണല്ലോ. ആരാ വച്ചിച്ചത്? രണ്ടുകൂട്ടർ. ആദ്യം പറഞ്ഞിരുന്നത് ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റാണ്, മറ്റൊരു പറഞ്ഞു ഇപ്പം രണ്ടാമതല്ല, പിന്നെ നമ്മൾ കഴിക്കുന്നാലും. പക്ഷേ വലിയ അപകടം. ആളുകൾക്ക് യാത്രയൊക്കെ മുടങ്ങി ഇത്രയോ മണിക്കൂർ എടുക്കണം. മണിക്കൂർ ചുരുക്കി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അറ്റത്തിന്റെ അപ്പുറം വരെ പോകാനായിരുന്നു ഇതൊക്കെ ചെയ്ത്. ഇപ്പോ മുമ്പ് നമുക്ക് ഒരു പഴയ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല, എല്ലാം ഒലിച്ച് പോകണം. കാരണം അത്രയും വഞ്ചനയാണ് അതിനകത്ത് കാണിച്ചത്.